മാർച്ച് 8-ന്റെ പ്രത്യേകത എന്താ? സോറി, മാർച്ച് 8-ന്റെ പ്രത്യേകത വിമൻസ് ഡേ. ഓക്കെ, വിമൻസ് ഡേ. ഈ വിമൻസ് ഡേ ആഘോഷിക്കപ്പെടേണ്ടതായിട്ടുണ്ടോ? ഉണ്ട്. ഉണ്ട്. കാരണം വിമൻസിന് വേണ്ടി മാത്രമുള്ള ഒരു ഡേ എന്നുള്ളതാണ്. ഇതുപോലുള്ള സോക്കോൾ ഡേയ്സ് മാത്രമായിട്ട് ചുരുങ്ങപ്പെടേണ്ടതാണോ വിമൻസ് ഡേ? അങ്ങനെ ചോദിച്ചാൽ അല്ല. അല്ല. പറയാനുള്ള എന്തെങ്കിലും കാരണമുണ്ടോ? അല്ല എന്ന് പറയാനോ? അല്ല, ഇങ്ങനെ മാത്രമല്ല, നമ്മൾക്ക് അന്നെങ്കിലും ഇനീഷ്യേറ്റീവ്സ് എടുത്ത് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമല്ലോ. മേ ബി അതിനായിരിക്കാം വിമൻസ് ഡേ. ആ ഒരു കാരണം കൊണ്ട് ആ ഒരു ദിവസമെങ്കിലും സ്ത്രീകളെ ആൾക്കാർ പരിഗണിക്കണം. അല്ല, ഇപ്പോൾ പക്ഷെ ഒരുപാട് മാറി. നമ്മൾ ഇനീഷ്യൽ സ്റ്റേജ് വെച്ച് നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ തുല്യമായിട്ട് തന്നെ എല്ലാം കണക്കാക്കുന്നുണ്ട്. ബട്ട് സ്റ്റിൽ വേറെ ഒരു ഏരിയയിൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതന്നെയാണ് അഭിപ്രായം. മാർച്ച് 8 ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? അറിയത്തില്ല. ഓക്കെ, നമ്മൾ വനിതാ ദിനമാണ് മാർച്ച് 8-ന്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വനിതാ ദിനം അന്ന് മാത്രം ആഘോഷിക്കപ്പെടേണ്ട ഒരു ദിവസമാണോ? എന്താണ് അഭിപ്രായം? അങ്ങനൊന്നുമില്ല. വനിതാ ദിനം എന്ന് പറയുമ്പോൾ എല്ലാ ദിവസങ്ങളും നമ്മൾ പാലിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ വുമൻസിനാണെങ്കിൽ സേഫ്റ്റി, സെക്യൂരിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതൊരു ദിവസത്തിൽ മാത്രം ഒതുക്കേണ്ട കാര്യമില്ല. നമ്മളെ ജീവിതശൈലിയിൽ സ്വഭാവത്തിലും കൊണ്ടുവരുന്ന കാര്യമാണ്. മാർച്ച് 8-ന്റെ പ്രത്യേകത എന്താണെന്നറിയോ? അറിയില്ല. വിമൻസ് ഡേ ആണ്, വനിതാ ദിനം. എനിവേ, ഹാപ്പി വിമൻസ് ഡേ. മാർച്ച് 8-ന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് അറിയോ? അറിയില്ല. അറിയോ? വിമൻസ് ഡേ ആണ്, നമ്മുടെ വനിതാ ദിനം. വനിതാ ദിനം എന്താണ് മാർച്ച് 8-ന് മാത്രം നടത്തേണ്ട, ആഘോഷിക്കേണ്ട ഒരു കാര്യമാണെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? എന്താ നിങ്ങളുടെ അഭിപ്രായം? എന്തെങ്കിലും പറഞ്ഞോ? അതായത് ഇപ്പം നമ്മൾ അന്നത്തെ ദിവസം മാത്രമാണോ സ്ത്രീകൾക്കൊരു പ്രാധാന്യം കൊടുക്കേണ്ടത്? അല്ലല്ലോ. പിന്നെ എപ്പോഴൊക്കെ പ്രാധാന്യം കൊടുക്കേണ്ട സാഹചര്യങ്ങൾ? ഓക്കെ, എന്തായാലും അഡ്വാൻസ് ഹാപ്പി വിമൻസ് ഡേ. മാർച്ച് 8-ന്റെ പ്രത്യേകത എന്താണ്? വിമൻസ് ഡേ. എനിവേ, ഹാപ്പി വിമൻസ് ഡേ ടു ബോത്ത് ഓഫ് യു. കഴിഞ്ഞില്ല, അവിടെ പോവല്ലേ. ഈ വനിതാ ദിനമില്ലേ, നമ്മൾ ആഘോഷിക്കേണ്ടതുണ്ടോ? എന്തിനു വേണ്ടിയാ? അതും കൂടി ഒന്ന് പറയാം. സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്, സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും വിമൻസ് ഡേ ആഘോഷിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ആഘോഷിക്കണം എന്നാണ് അഭിപ്രായം. ചേച്ചിന്റെ അഭിപ്രായം? എനിക്ക് തന്നെയാണ്. ആര്? ഗവൺമെന്റ് ടീച്ചേഴ്സ്. ഓ, ടീച്ചേഴ്സ് ആണ്. ഗവൺമെന്റ് പോളിടെക്നിക് കോളേജില്ലേ? ഓക്കെ. മാർച്ച് 8-ന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് അറിയോ? വനിതാ ദിനമാണ്. വനിതാ ദിനം അന്നത്തെ ദിവസം മാത്രം ആഘോഷിക്കപ്പെടേണ്ട ഒരു പരിപാടിയാണോ? ഒരിക്കലും അല്ല. വനിതാ ദിനം എന്നും ആഘോഷിക്കണമെന്നില്ല, പക്ഷെ വനിതകളെ എന്നും ബഹുമാനിക്കപ്പെടേണ്ടതാണല്ലേ. അപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ സ്ത്രീ സുരക്ഷ അങ്ങനെ കുറച്ചധികം പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരു സമയമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എന്ത് മാറ്റങ്ങളാണ് മെയിനായിട്ട് വരുത്തേണ്ടതെന്ന് തോന്നിയിട്ടുള്ളത്? പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യം എടുത്ത് പറയുന്നതുകൊണ്ട് കേട്ടോ. സ്ത്രീകളിലെ നേരെ പുരുഷന്മാരുടെ അക്രമം തന്നെ മാറ്റണമെന്നാണ് തോന്നിയിട്ടുള്ളത്. അത് ഏത് തരത്തിൽ നടപ്പാക്കുന്നത് നമുക്ക് കണ്ടറിയണം. മാർച്ച് 8-ന്റെ പ്രത്യേകത എന്താണെന്നറിയോ? വനിതാ ദിനമാണ്. വനിതാ ദിനം. ഈ വനിതാ ദിനം നമ്മൾ ആഘോഷിക്കേണ്ടതായിട്ടുണ്ടോ? ആഘോഷിക്കേണ്ടതായിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെ എനിക്ക് പ്രത്യേകമായിട്ട് പറയാനായിട്ടൊന്നുമില്ല. അങ്ങനെ എല്ലാ ദിവസവും വനിതകൾക്ക് പ്രാധാന്യമുള്ള ദിവസം തന്നെയാണല്ലോ. അതെ. ഇനി അതിനുവേണ്ടി പ്രത്യേകതനായിട്ട് ആഘോഷിക്കണമെന്നുള്ളത് എനിക്കതിനെപ്പറ്റി കൂടുതൽ പറയാൻ. എല്ലാ ദിവസവും സ്ത്രീകൾക്ക് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളിലും, അതായത് സ്ത്രീകൾക്ക് എല്ലാ ദിവസവും ഒരു പരിഗണന അത്യാവശ്യമാണ്. ആവശ്യമാണ്. ഒരു പ്രത്യേക ദിവസം അതിനായിട്ട് മാറ്റിവെക്കപ്പെടേണ്ട ആവശ്യമില്ല. മാർച്ച് 8-ന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് അറിയോ? വിമൻസ് ഡേ ആണ്. അപ്പോൾ വിമൻസ് ഡേ അന്ന് മാത്രം പ്രകീർത്തിക്കപ്പെടേണ്ട ഒരു ഒരു പ്രതിഭാസമാണോ, അല്ലെങ്കിൽ അന്ന് മാത്രം ആഘോഷിക്കേണ്ട ഒരു പരിപാടിയാണോ? ഒരിക്കലും അല്ല. അപ്പോൾ എന്താണ് അങ്ങനെ പറയാൻ, സ്ട്രെസ് ചെയ്ത് പറയാൻ കാരണം? എല്ലാ ലേഡീസിന് അങ്ങനെ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ഡേ കൊടുക്കേണ്ട ആവശ്യം ഇല്ല, ഇന്നത്തെ ഒരു സൊസൈറ്റീൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ. പിന്നെ എന്നും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ സ്ത്രീ സുരക്ഷയ്ക്കൊക്കെ ഒരുപാട് ഭീഷണികൾ ഉന്നയിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും മാറ്റം വരേണ്ടത് സ്ത്രീകൾക്ക് നേരെയുള്ള എന്ത് അതിക്രമങ്ങളോട് എന്തിനോടാണ് മാറ്റം വരേണ്ടതായിട്ട് തോന്നിയിട്ടുള്ളത്? ഇക്വാലിറ്റിൻ്റെ കാര്യം എല്ലാവരും പറയുന്നുണ്ട്.
എങ്കിൽ പോലും ഇപ്പം അറിയാലോ കുറേ ന്യൂസും കാര്യങ്ങളെല്ലാം. അപ്പം എന്തായാലും മൊത്തത്തിൽ മാറ്റം വരേണ്ടതാണ് അല്ലേ? മാർച്ച് 8 പ്രത്യേകത എന്താണ്? ആലോചിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട് ഞാൻ കിട്ടുമോ ചേട്ടാ? ക്ലൂ വല്ലതും ഉണ്ടോ? ക്ലൂ വേണത്ര, ക്ലൂ വേണത്ര. എന്തെങ്കിലും വനിതകളുമായിട്ട് ബന്ധപ്പെട്ടതാ. ലോക വനിതാ ദിനം. വനിതാ ദിനം. ഓക്കെ, ഈ ഒരു വനിതാ ദിനം, മാർച്ച് 8 ഈ വനിതാ ദിനം ആഘോഷിക്കേണ്ടതായിട്ടുണ്ടോ? ആഘോഷിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് സ്ത്രീകളുടെ പ്രാതിനിധ്യം ആയിട്ട് ബന്ധപ്പെട്ട് വേണ്ടതാണ്. 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 അങ്ങനെ ഒരൊറ്റ ദിവസം മാത്രം നമ്മൾ ഈ സ്ത്രീകളെ പരിഗണിക്കുക എന്നുള്ള നമ്മളിപ്പോൾ ഒരു ഡേ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് അറിയുന്നത് വേണ്ടിയാണ്, ഒരു ഇമ്പോർട്ടൻസ് വേണ്ട ഡേ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ August 15 സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നുണ്ട്. എന്തിനാ ആഘോഷിക്കുന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. അപ്പോൾ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ സമൂഹത്തിനകത്ത് സ്ത്രീകളുടെ പങ്കാളിത്തം കൂടുക എന്നുള്ളതും അവർ റെസ്പെക്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങളും സമൂഹത്തിന് കൊടുക്കേണ്ട ഒരു അവയർനെസ് ആണല്ലോ. തീർച്ചയായിട്ടും അവിടെ ആഘോഷിക്കേണ്ടത്. തീർച്ചയായും നമ്മുടെ വീട്ടിലൊക്കെ അമ്മയും പെങ്ങളൊക്കെ എല്ലാവരും ഉള്ളതല്ലേ. അതെ, തീർച്ചയായിട്ടും റെസ്പെക്ട് ചെയ്യണ്ടേ? ഓക്കെ. ആ ഒരു ദിവസം റെസ്പെക്ട് ചെയ്യുന്നതാണോ? ആ ദിവസമല്ല, ആ എല്ലാ ദിവസം ദിവസവും റെസ്പെക്ട് ചെയ്യണം. പക്ഷെ ആ ദിവസത്തിന്റെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ദിവസം വെച്ചാൽ ബാക്കി അറിയാൻ വേണ്ടിയാ ഈ ദിവസം ഉണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ ദിവസങ്ങൾ ഉള്ളപ്പോൾ കുറച്ചും കൂടി ചേർത്ത് പിടിക്കാം. അത്രേ ഉള്ളൂ. മാർച്ച് 8 സ്പെഷ്യാലിറ്റി എന്താണെന്ന് അറിയോ? വുമൻസ് ഡേ ആണ്. അപ്പൊ വുമൻസ് ഡേ അന്ന് മാത്രം ആഘോഷിക്കപ്പെടേണ്ട ഒരു പരിപാടിയാണോ? അങ്ങനെ ഒരു ഡേ ആണോ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ബേസിക്കലി പറയുകയാണെങ്കിൽ ഇപ്പോൾ വുമൻസ് ഡേ പോലെ മെൻസ് ഡേ അങ്ങനെ സെപ്പറേറ്റ് ട്രീറ്റ് ചെയ്യേണ്ട ഒരു ദിവസമല്ല. നോർമലി എല്ലാവരുടെയും എല്ലാവർക്കും ഇമ്പോർട്ടൻസ് ഉള്ള ഡേ ആണ്. സ്പെസിഫിക് ഡേക്ക് അപ്പോൾ അന്ന് മാത്രം എന്തെങ്കിലുമൊക്കെ സ്പെഷ്യാലിറ്റി. പിന്നെ ഇപ്പോഴത്തെ സമയത്ത് എന്താ പറയുക, കച്ചവടക്കാർക്ക് ഒരു പുതിയൊരു കച്ചവടത്തിൻ്റെ രീതികളോ അല്ലെങ്കിൽ യെസ് ട്രെൻഡ് എന്ന എല്ലാം ഒരു പുതിയ ട്രെൻഡാണ്. അപ്പോൾ ആ ഒരു ഇതിലേക്ക് വേണ്ടി മാത്രമാണ് എല്ലാ ഡേയ്സും ആഘോഷിക്കപ്പെടുന്നത്. കുറച്ച് ദിവസത്തെ അന്നത്തേക്ക് സ്റ്റാറ്റസ് ഇടാനും അല്ലെങ്കിൽ അന്ന് അമ്മമാരെ ഓർക്കുക അല്ലെങ്കിൽ വുമൻസിനെ ഓർക്കാനായിട്ടൊരു ഡേ ആയിട്ട് മാത്രമാണ് വുമൻസ് ഡേ കൺസിഡർ ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. ബേസിക്കലി വുമൻസ് ഡേ മാത്രമല്ല, മെൻസ് ഡേ ആയിട്ടോട്ടെ വേറെ ഏത് ഡേ ആണെങ്കിലും അങ്ങനെ ഒരു ലെവലിലേക്കായിട്ട് പോയിട്ടുണ്ട്. അതിൽ നിന്ന് മാറ്റം വരുത്തണം എന്ന് തോന്നിയിട്ടില്ലേ? മാറ്റം വരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നോർമലി ഇപ്പോൾ ഞാൻ ബേസിക്കലി പറയാം, ഏതെങ്കിലുമൊക്കെ ഒരു ടീംസ് കുറച്ചൊരു ഇവൻറ്റ് വെക്കും, ദെൻ വുമൻസ് ഡേ ആയിട്ട് പ്രഖ്യാപിക്കും, ദെൻ സെലിബ്രേറ്റ് ചെയ്യും. അത്രയേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നും ആയിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ മാർക്കറ്റിന് അതൊരു കച്ചവട സാധ്യതയായിട്ട് മാത്രമേ തോന്നിയിട്ടുള്ളൂ. മാർച്ച് 8 പ്രത്യേകത എന്താണെന്നറിയോ? പെട്ടെന്ന് ഓർമ്മയില്ല, സോറി. പെട്ടെന്ന് ഓർമ്മയില്ല. ഈ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടതാ. അമ്മമാരുടെ ദിനം കൊണ്ട് ഈ അടുത്തിടയ്ക്ക് കഴിഞ്ഞല്ലോ, മാതൃദിനം കഴിഞ്ഞു. വേറെ ഒന്നും പെട്ടെന്ന് ഓർമ്മപ്പെട്ടിട്ട് വനിതാ ദിനമാണ്. വനിതാ ദിനം. ഇങ്ങനെ ഈ മാർച്ച് 8 വനിതാ ദിനം ഇങ്ങനെ ആഘോഷിക്കേണ്ടതായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ആഘോഷിക്കേണ്ടതായിട്ടുണ്ട്. കാരണം സ്ത്രീകൾക്ക് എന്നും നമ്മളൊരു നല്ലൊൊരു സ്ഥാനം നമുക്ക് അവർക്ക് കൂടുതൽ കൊടുക്കുന്നുണ്ട്. നമ്മളതിൻ്റെ ഈക്വാലിറ്റി ഒന്നുമില്ല, പുരുഷന് സ്ത്രീ എന്നുള്ള വേദന നമ്മൾ തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് കാണുന്നില്ല. അവർക്ക് എപ്പോഴും റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ട്, നല്ല രീതിയിൽ തന്നെ അവരെ ഒരു ബഹുമാനം കാണുന്നുണ്ട്. അപ്പൊ ഇത്തരം സോക്കോൾ ഡേയ്സിൽ മാത്രം ഒതുങ്ങി തീരേണ്ടതാണോ? എപ്പോഴും അവരുടെ ദിവസം തന്നെയാണ്. അമ്മമാരുടെ, പെങ്ങന്മാരുടെ, എല്ലാവരുടെയും, കുട്ടികളുടെ ആണെങ്കിലും അതിൻ്റെ ഒരു ഈക്വാലിറ്റി ഞാൻ കാണുന്നില്ല. തീർച്ചയായിട്ടും എല്ലാ ദിവസവും സെലിബ്രേറ്റ് ചെയ്യണം ലേഡീസ്. എല്ലാ ദിവസവും സെലിബ്രേറ്റ് ചെയ്യണം. മാർച്ച് 8 സ്പെഷ്യാലിറ്റി എന്താണെന്നറിയോ? വുമൻസ് ഡേ ആണ്. അന്ന് മാത്രമാണ് ശരിക്കും നമ്മൾ വുമൻസ് ഡേ എന്ന് പറഞ്ഞാൽ ആഘോഷിക്കേണ്ടത് അല്ല. മൊത്തത്തിൽ എന്താണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു സമൂഹത്തിൽ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ സ്ത്രീകൾക്കെതിരായിട്ടുള്ള കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ. അപ്പം അതിനെക്കുറിച്ചൊക്കെ എന്താ പറയാനുള്ളത്? അതൊക്കെ ഭയങ്കര സങ്കടകരമായ ഒരു കാര്യം തന്നെ. അപ്പോൾ വുമൻസ് ഡേ അന്നത്തെ ഒരു ദിവസം മാത്രം ആഘോഷിക്കുന്നതിനോട് എതിർപ്പില്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ? ബാക്കി എല്ലാ ദിവസം ശരിക്കും നമ്മൾ സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതാണല്ലോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഹാപ്പി അഡ്വാൻസ്ഡ് വുമൻസ് ഡേ. ചേട്ടൻ ഈ മാർച്ച് 8 പ്രത്യേകത എന്താണെന്നറിയോ? മാർച്ച് 8 എനിക്കറിയില്ല. വനിതാ ദിനം. വെരി ഗുഡ്, റൈറ്റ് ആൻസർ. വനിതാ ദിനാണ്. ചേട്ടാ, ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മാർച്ച് 8 മാത്രം ആണോ ഈ നമ്മൾ ഈ സ്ത്രീകൾക്ക് പരിഗണനയൊക്കെ കൊടുക്കേണ്ടത്? എല്ലാ ദിവസവും കൊടുക്കണം. പറയാനുള്ള കാരണം സ്ത്രീകളെ നമ്മൾ ബഹുമാനിക്കണല്ലോ, പിന്നല്ലേ. മാർച്ച് 8 സ്പെഷ്യാലിറ്റി എന്താണെന്നറിയോ? വുമൻസ് ഡേ ആണ്. അപ്പോൾ നമ്മുടെ ഈ വുമൻസ് ഡേ അന്നത്തെ ദിവസം മാത്രം ആഘോഷിക്കേണ്ട ഒരു പരിപാടിയായിട്ട് തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും അല്ല. അപ്പോൾ നമ്മൾ എന്താണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഇങ്ങനെ ഇഷ്യൂസ്, സ്ത്രീ സുരക്ഷയ്ക്കെതിരെ കുറേ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെതിരെ എന്താണ് പറയാനുള്ളത്? നമുക്കിപ്പോഴും സേഫ്റ്റി
അഷുറൻസ് ഇല്ലല്ലോ നമുക്ക്. ഇപ്പോൾ ലേറ്റ് നൈറ്റ് ഇറങ്ങാൻ പറ്റുന്നില്ല, എവിടെയാണെങ്കിലും ഇപ്പോൾ കൊച്ചിയാണെന്നൊക്കെ പറയുമ്പോൾ സേഫ് ആവെങ്കിലും നമുക്ക് ഫുള്ള് ഡേഞ്ചറസ് ആണ്. വീട്ടുകാർ വിടുന്നില്ല, വീട്ടുകാർക്ക് പേടിയാണ്. അതുപോലെ ഇപ്പോൾ നമ്മൾ വർക്കിന് പോവുകയാണെങ്കിലും അവിടെ നമുക്കൊരു സേഫ്റ്റി ഫീൽ ചെയ്യുന്നില്ല. സെക്ഷുവലി മാത്രമല്ല വെർബലി പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറണം. മാറ്റങ്ങൾ അനിവാര്യമാണ്. ജസ്റ്റ് ഒരു വൺ ഡേ മാത്രം സെലിബ്രേറ്റ് ചെയ്യുന്നതല്ലല്ലോ. അത് വിമന്റെ കേസായാലും മെന്നിന്റെ കേസായാലും ആരായാലും നാളെ ഒരു പ്രശ്നം വൺ ഡേ അല്ല, നമുക്ക് എന്തെങ്കിലും ഡെയിലി. മാർച്ച് 8ന്റെ പ്രത്യേകത എന്താണെന്നറിയോ? മാർച്ച് 8 വുമൻസ് ഡേ. വെരി ഗുഡ്. അറിയാനും പിന്നെ ആരോട് ചോദിക്കണ്ടല്ലോ. ഈ മാർച്ച് 8 നമ്മൾ ആഘോഷിക്കേണ്ടതായിട്ടുണ്ടോ? പിന്നെന്താ, ആഘോഷിക്കാം. എന്തിന്? എല്ലാത്തിനും. അതായത് വുമൻസ് ഡേ ആഘോഷിക്കണം, അതുപോലെ മെൻസ് ഡേ ആഘോഷിക്കണം. മെൻസ് ഡേയും ആഘോഷിക്കണം. അതെ അതെ. പിന്നെ ബാക്കി ഞാൻ പറയും, എന്നെപ്പറ്റി എന്നെക്കാളും കൂടുതൽ സംസാരിക്കാൻ കഴിവുള്ള ഇവന്. അതെ, മൈക്ക് ഞാൻ കൈമാറുന്നു, പറയൂ. മനസ്സിലാക്കുക ഒരു വേണ്ടിയുള്ള ഒരു ഡേ നമ്മൾ ആഘോഷിക്കണം. ഞാൻ ചോദിച്ചത് മെൻസ് ഡേ അല്ല, വിമൻസ് ഡേ. വിമൻസ് ഡേ നമ്മൾ ആഘോഷിക്കേണ്ടതായിട്ടുണ്ടോ? ഉണ്ട്. കാരണം അവർക്ക് ദൈവം പറയും. വാ പറ. എന്ത് മൈക്ക് കൈമാറാൻ എന്നോട് പറഞ്ഞു. ഓക്കെ, വുമൻസിന്റെ ഡേനെ കുറിച്ചിട്ട്. എന്തിനെ കുറിച്ച്? വുമൻസ് ഡേ കുറിച്ചല്ലേ? വുമൻസ് ഡേ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇപ്പോൾ വുമൻസ് എംപവർമെന്റിന് വേണ്ടിയിട്ടും വുമൻസിന് നേരിടുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ അതിനെതിരെ സംസാരിക്കാനൊക്കെ നമുക്കൊരു ഡേ ആയിട്ട് കണക്കൂട്ടാൻ പറ്റുന്ന. അപ്പൊ ബാക്കിയുള്ള ദിവസങ്ങളിലൊന്നും ഇതിനെതിരെ പ്രതികരിക്കുകയോ സംസാരിക്കുകയോ വേണ്ടേ? പ്രത്യേകമായ ഒരു ദിവസം ഉണ്ടെങ്കിൽ പ്രത്യേകമായിട്ട് നമുക്ക് സംസാരിക്കാനും കഴിയുന്ന ഒരു ഇതാണല്ലോ. താങ്ക് യു. വളരെ 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 ശരിയാണ്. വനിതാ ദിനമാണ് മാർച്ച് 8. അപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ വനിതകൾക്കെതിരെ ഇങ്ങനെ കുറേ അതിക്രമങ്ങളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെതിരെ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്താ ആൻറ്റിക്ക് പറയാനുള്ളത്? എതിരായിരിക്കുമല്ലോ അതിന്. കാരണം അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മാറാനുണ്ടല്ലോ അല്ലേ? എന്തൊക്കെയാണ് മെയിനായിട്ട് സ്ത്രീ സുരക്ഷ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത്? പുരുഷന്മാരിൽ നിന്നുള്ള പ്രശ്നങ്ങൾ അതേ ഉള്ളു, വേറെ പ്രശ്നങ്ങൾ നമ്മൾ നോക്കിയാൽ മതിയല്ല. അതെ. ചേച്ചി, മാർച്ച് 8ന്റെ പ്രത്യേകത എന്താണെന്നറിയോ? അറിയില്ല. സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടതാ. വനിതാ ദിനമാണോ? അതെ, വനിതാ ദിനമാണ്. ഈ വനിതാ ദിനം നമ്മളിങ്ങനെ ആഘോഷിക്കേണ്ടതായിട്ടുണ്ടോ? ആഘോഷിക്കേണ്ടതായിട്ടൊന്നുമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾക്ക് മുൻഗണന ഉള്ളതല്ലേ, അപ്പോൾ പിന്നെ ആഘോഷിക്കേണ്ടതായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആഘോഷിക്കേണ്ടെന്നാണോ പറയുന്നത്? കാരണം വനിതകൾക്കൊരു പ്രാതിനിധ്യം നമ്മുടെ ഇന്ത്യയിലുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേക ദിവസം ഇങ്ങനെ ആഘോഷിക്കേണ്ടതായിട്ടില്ല. കാരണം അങ്ങനെ ആഘോഷിച്ചിട്ട് ഓർക്കേണ്ടതല്ലല്ലോ വനിതകളെ. എല്ലാ ദിവസവും നമ്മുടെ ഭാരതീയ സംസ്കാരം വെച്ച് വനിതകൾക്ക്, സ്ത്രീകൾക്ക് എപ്പോഴും ഒരു മുൻഗണന കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഭാരതത്തിൽ. അപ്പോൾ അതിനായിട്ടൊരു ദിവസം നമ്മൾ എന്തെന്ന് അറിയില്ല, അന്ന് മാത്രം ഓർത്തിട്ട് കാര്യമില്ലല്ലോ, ആഘോഷിച്ചിട്ട് കാര്യമില്ലല്ലോ. അല്ലാതെ തന്നെ എന്നും പ്രാതിനിധ്യം കൊടുക്കണമല്ലോ. എന്നും ആവശ്യമാണ്, എന്നും പരിഗണിക്കേണ്ടതാണ് അല്ലേ? മുമ്പൊക്കെ നമ്മളുടെ സ്ത്രീകളൊക്കെ തന്നെയല്ലേ പ്രാധാന്യം കൊടുത്തിരുന്നത് കുടുംബത്തിൽ. ഇപ്പം അതൊക്കെ തിരിഞ്ഞുപോയി. മാർച്ച് 8ന്റെ പ്രത്യേകത എന്താണെന്നറിയോ? വിമൻസ് ഡേ. ഓക്കെ, വിമൻസ് ഡേ. ഈ വിമൻസ് ഡേ നമ്മളിങ്ങനെ ആഘോഷിക്കേണ്ടതായിട്ടുണ്ടോ? സ്വാഭാവികമായിട്ട് ആഘോഷിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു. കുഴപ്പമൊന്നുമില്ല, കാരണം ഒരു ദിവസം ഉള്ളത് നല്ലതാണല്ലോ. അങ്ങനെ ഒരു ദിവസം മാത്രം ഓർമ്മിക്കേണ്ടതും പരിഗണിക്കേണ്ടതുമാണോ സ്ത്രീകൾ? അങ്ങനെയല്ല, ഒരിക്കലും അല്ല. പക്ഷേ എങ്കിൽ പോലും ഒരു ദിവസം സ്പെഷ്യലായിട്ട് ഉണ്ടാവുന്നത് എപ്പോഴും നല്ലതാണ്. നമ്മളിപ്പോൾ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അതുപോലെ നമുക്ക് ഒരു ദിവസം മാത്രമല്ലല്ലോ നമ്മളെ സെലിബ്രേറ്റ് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ വിമൻ ഒരു ദിവസം ഉള്ളത് നല്ലത്. ഒരു ദിവസം അങ്ങോട്ട് ആഘോഷിക്കട്ടെ അങ്ങോട്ട്. മാർച്ച് 8 സ്ത്രീകളായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ദിവസമാണ്. വനിതാ ദിനമാണ്. ആരാ പറഞ്ഞത്? വനിതാ ദിനമാണ്. അതെ. അപ്പോൾ വനിതാ ദിനം അന്നത്തെ ദിവസം മാത്രം ആഘോഷിക്കേണ്ട ഒരു പരിപാടിയായിട്ട് തോന്നിയിട്ടുണ്ടോ? വേണ്ട, പിന്നെ ആഘോഷിക്കാമല്ലോ. കൂടുതൽ അല്ല, നമ്മളിപ്പോൾ സ്ത്രീ സുരക്ഷയ്ക്ക് എതിരെ കുറേ കാര്യങ്ങളും എല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ നമ്മുടെ നാട്ടിൽ. സ്ത്രീകൾക്ക് മാത്രമല്ല സുരക്ഷിതയുള്ളത് ഇല്ലാത്തുള്ളത്, ആണുങ്ങൾക്കും ഇല്ലല്ലോ. ആണുങ്ങൾക്കും ഇല്ല. അപ്പൊ അങ്ങനെ ഒരു ദിവസത്തിന്റെ ആവശ്യമുണ്ടോ? സത്യം പറഞ്ഞാൽ ഇപ്പോൾ ദിവസങ്ങളെല്ലാം നല്ലതാണ്, ഒരു അവയർനെസ് ഉണ്ടാവും. പക്ഷേ സ്ത്രീകൾക്ക് മാത്രമല്ല, അങ്ങനെയാണ് പുരുഷന്മാർക്കും വേണം, കുട്ടികൾക്കും വേണം, എല്ലാവർക്കും വേണ്ടതാണ്. മാർച്ച് 8ന്റെ പ്രത്യേകത എന്താ? മാർച്ച് 8ന്റെ പ്രത്യേകത ലോക വിമൻസ് ദിനം.
അതെ, വനിതാ ദിനം, വിമൻസ് ഡേ. ഓക്കെ, ഈ വിമൻസ് ഡേ നമ്മളിങ്ങനെ ആഘോഷിക്കേണ്ടതായിട്ടുണ്ടോ? ഉണ്ട്, അവർക്കൊരു പരിഗണന കൊടുക്കണ്ടേ? ആ ഒരു ദിവസം മാത്രമാണോ പരിഗണന വേണ്ടത്? എല്ലാ ദിവസവും കൊടുക്കണം. അപ്പോൾ നമുക്ക് എന്താ പറയണ്ടെന്ന് അറിയില്ല. പറഞ്ഞോളൂ. ക്യാമറയുടെ മുന്നിലേക്ക്, ക്യാമറേന്റെ മുന്നിൽ നിന്നാണോ? അതെ അല്ല, എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് അറിയാതെ, എങ്ങനെ പറയണം എന്ന് അറിയാത്തോണ്ട് സാരില്ല, പറഞ്ഞോളൂ. അവർക്ക് എപ്പോഴും പരിഗണന കൊടുക്കണം. എപ്പോഴും പരിഗണന കൊടുക്കണം. ഓക്കെ, താങ്ക് യു. മാർച്ച് 8ന്റെ പ്രത്യേകത എന്താണെന്നറിയോ? അറിയില്ല. സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടതാ. വിമൻസ് ഡേ ആണ്, വനിതാ ദിനം. ഈ വനിതാ ദിനം നമ്മൾ ആഘോഷിക്കേണ്ടതായിട്ടുണ്ടോ? പ്രത്യേകിച്ച് ആഘോഷിക്കേണ്ട കാര്യമില്ലല്ലോ. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം? എല്ലാ ദിനവും ആഘോഷിക്കണ്ടേ? പുരുഷ ദിനം ഉണ്ടോ? അത് ആഘോഷിക്കേണ്ട ആരെങ്കിലും? പിന്നെ പ്രത്യേകിച്ച് വനിതകൾക്ക് മാത്രമായിട്ട് എന്താ പ്രത്യേകത? വനിതകൾക്ക് മാത്രം എന്താ പ്രത്യേകത? വുമൻസ് ഡേ ആണല്ലോ മാർച്ച് 8. അപ്പൊ അത് അന്നത്തെ ദിവസം മാത്രം സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരു പരിപാടിയായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇല്ല, തോന്നിയിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നാൻ കാരണം? അതിപ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും എല്ലാവരുടെ ദിവസം ഉണ്ടല്ലോ. മീൻസ് വിമൻസിനാണെങ്കിലും ഇപ്പോൾ ചിൽഡ്രൻസിനും ഫാദേഴ്സ് ഡേ, മദേഴ്സ് ഡേ അങ്ങനെയല്ല. അതുപോലെ ജസ്റ്റ് ഒരു ഡേ, എനിക്ക് അത്രേ തോന്നിയിട്ടുള്ളൂ.